ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാമതിയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നമ്മളെ തന്നെ എളിമപ്പെടുത്തി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുരന്ത മുഖങ്ങളെയെല്ലാം അതിജീവിക്കുവാൻ നമ്മളും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ദൈവിക ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പോസ്തല സമൂഹം പ്രാർത്ഥിച്ചപ്പോൾ നാളത്തിന്റെ രൂപത്തിൽ ശക്തി അയച്ചതുപോലെ ഞങ്ങളിലേക്ക് ഇതിന് ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നോമ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും
രാജന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, മഹത്വം കർത്താവേ. ഈശോയെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകി സഹായിക്കണമേ. സമാധാനം നൽകണമേ. തൊഴിലുകളിൽ സംരക്ഷണം നൽകണമേ. വിദേശത്ത് പോകുവാനുള്ള വഴികൾ ഒരുക്കി നൽകണമേ. കടബാധ്യതകളെ നീക്കി തരണമേ. കുടുംബ സമാധാനം നൽകണമേ. ലഹരിയിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന, ആരാധന, സ്തുതി കർത്താവേ. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിട താണുവണങ്ങിട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അപേക്ഷകളെയും ആവശ്യങ്ങളെയും കൃപാസന മാതാവിന്റെ തിരുനടയിൽ സമർപ്പിക്കാം. BP ജോസഫ് അച്ഛന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഈ ആരാധനയിലൂടെ അവിടുത്തെ സവിശേഷമായ സംരക്ഷണത്തെ സഹായിക്കണമേ. ജോസഫ് അച്ഛനിലൂടെ അവിടുത്തെ ദിവ്യ സന്ദേശങ്ങൾ ഈ ലോകത്തിനും ഞങ്ങൾക്ക് കൈമാറി നൽകണമേ. ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളെ ഉടമ്പടി മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിലെ കൃപയാൽ അവിടുത്തെ ദിവ്യശക്തിയാൽ അനുഗ്രഹവും കൃപയും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, സാഹചര്യങ്ങളെ, തൊഴിലിടങ്ങളെ, പഠന മേഖലകളെ അനുഗ്രഹിക്കുവാൻ ഇവിടുന്ന് തിരുവണ്ണമാക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന, ആരാധന, ആരാധന.
ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാബു ജേക്കബ്. ഞാൻ ഇടുക്കി ജില്ലയിൽ കുമ്മളി അമരാവതി എന്ന സ്ഥലത്ത് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞങ്ങളൊരു വേളാങ്കണ്ണി യാത്രയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പോയ ബസ്സിൻ്റെ സീറ്റിൽ കിടന്ന് കൃപാസനം എന്ന ഹെഡിങ്ങോടുകൂടി ഒരു പത്രം കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ പത്രം എടുത്ത് ബസ്സിൻ്റെ ബെർത്തിൽ വെച്ചിട്ട് കാപ്പി കുടിക്കാൻ പോയി. തിരിച്ചു വന്ന് നോക്കിയിട്ട് ആ പത്രം കാണുവാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്തപ്പോൾ അത് ആലപ്പുഴയിലാണെന്നൊക്കെ കണ്ടു. കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ട്രോളുകളാണ് ആദ്യം കാണുവാൻ സാധിച്ചത്. അപ്പോൾ ട്രോളുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വേറൊരു ചിന്തയുണ്ടായിരുന്നു. കൂടുതൽ മാമ്പഴമുള്ള മാവിനെ ഏറ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഇതിന് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ 2019 ജൂലൈ മാസം ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ആദ്യത്തെ ഒരു പുതുക്കലിന് ശേഷം കോവിഡ് വന്നു. കോവിഡ് കാരണം പിന്നെ ഉടമ്പടി തുടരാൻ സാധിച്ചില്ല. ഉടമ്പടി ഉഴപ്പിപ്പോയി. വീണ്ടും ഞാൻ 2022 വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. എനിക്ക് 12 വർഷമായി മദ്യപാനശീലമുണ്ടായിരുന്നു. മദ്യപാനശീലം വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ തന്നെ മദ്യപാനശീലം പൂർണ്ണമായി നിർത്തുവാനായിട്ട് തീരുമാനിക്കുകയും മാതാവിൻ്റെ തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെ 3 വർഷത്തോളമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ മാതാവ് എന്നെ സഹായിച്ചു. രണ്ടാമതായി, ഞങ്ങൾ താമസിക്കുന്ന 20 വർഷമായി താമസിച്ചു വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തമായ പുരയിടത്തിൽ വെള്ളത്തിന് സൗകര്യമില്ലായിരുന്നു. അയൽപക്കത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ള സൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഈ കാര്യം ഉടമ്പടിയിൽ വെച്ചതുമല്ല. അപ്പോൾ വളരെ ദൂരം പോയി വെള്ളം ചുമന്നുകൊണ്ടൊന്ന് വേണം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുവാൻ. അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ ഒരു ആവശ്യം നമ്മുടെ മെയിൻ ആവശ്യമായി ഉള്ളിൽ കിടന്നിരുന്നു. 2022 ഈ ഉടമ്പടി എടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സൗജന്യമായി പഞ്ചായത്തിൽ നിന്നും വെള്ളത്തിൻ്റെ ഹൗസ് കണക്ഷൻ ലഭിക്കുകയും ഇപ്പോൾ ധാരാളം വെള്ളമുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. കഴിഞ്ഞ ജനുവരി മാസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഉടമ്പടി പുതുക്കാനായിട്ട് ബൈക്കിലാണ് കുമ്പളിയിൽ നിന്ന് ഇവിടെ വന്നത്. വരുന്ന വഴിയിൽ വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് ഒരു കാറുമായി ബൈക്ക് ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ സൈഡ് മിറർ എൻ്റെ ഈ വലത് കൈയിൽ ഇടിച്ച് കാറ് മുന്നോട്ട് പോയി. പക്ഷേ അന്നേരം ഉണ്ടായ ഒരു വേദനയല്ലാതെ ഒരു ആപത്ത് പോലും കൂടാതെ മാതാവ് സംരക്ഷിച്ചു. എനിക്ക് കുമളി ഒരു ബാങ്കിൽ 1 ലക്ഷം രൂപ ലോൺ ബാധ്യതയുണ്ടായിരുന്നു. ആ ലോൺ എടുത്തതിന് ശേഷം എനിക്കത് അടച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ആ ബാങ്ക് ലോണ് ഫൈനടിച്ച് അതിൻ്റെ നോട്ടീസ് വരുമ്പോൾ 1,62,200 രൂപ അടയ്ക്കുവാനുണ്ടായിരുന്നു. 50,000 രൂപ ബാങ്കിൽ അടച്ചു. അതിനുശേഷമാണ് 1,62,200 രൂപ ഫൈൻ സഹിതം എനിക്ക് വന്നത്. ഞാൻ ആ ഒരു ബാധ്യതയെ വെച്ചുകൊണ്ട് ഇവിടെ വന്നു. ഉടമ്പടിയിൽ ആ ആവശ്യം എഴുതി വെച്ചിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തു. 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് പുതുക്കാനായി ഇവിടെ വരുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ബാങ്കിൽ നിന്ന് ആളുകൾ എന്നെ അന്വേഷിച്ച് വരികയും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളോട് പറഞ്ഞു, അയാൾ വരുമ്പോൾ ബാങ്കിലോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ചെന്ന് പിറ്റേ ദിവസം ബാങ്കിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാങ്കിൽ നിന്ന് വീണ്ടും അവർ വന്നു എന്നോട് ബാങ്കിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം തന്നെ ബാങ്കിൽ ചെന്നു. അവർ എന്നെ വിളിച്ചിരുത്തി എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് 1,62,200 രൂപ ഉണ്ടായിരുന്ന ബാധ്യത 62,000 രൂപ 30 ദിവസത്തിനുള്ളിൽ അടയ്ക്കുവാണെങ്കിൽ അത് സെറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അടുത്ത 1 മാസത്തിനുള്ളിൽ ഈ 62,000 രൂപ അടച്ച് ഞാൻ ആ ലോൺ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ഞാൻ 12 വർഷം മുമ്പ് എൻ്റെ ഒരു ബൈക്ക് ഞാൻ വിറ്റ്. ബൈക്ക് എൻ്റെ പേരിൽ തന്നെയായിരുന്നു. പേര് മാറാൻ സാധിച്ചില്ല.
അന്നൊന്നും അത്ര ഒരു സീരിയസ് ആയി ഞാൻ ആ കേസ് എടുത്തുമില്ല. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുൻപേ എനിക്ക് ഇവിടെ തട്ടാരമ്പലം എന്ന സ്ഥലത്ത് വെച്ച് ആ ബൈക്ക് ഓടിച്ചിരുന്നയാൾ ഫൈൻ അടിച്ച് പിടിച്ചു. ഒരു 6-7 ഫൈനോളം വന്നു. എനിക്ക് 5500 രൂപ ഫൈൻ വന്നു. ഫൈൻ വന്നപ്പോൾ ഈ ബൈക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത് ഒത്തിരിയേറെ കൈമറിഞ്ഞു പോയിരുന്നു. ഞാൻ ആ ബൈക്ക് കൊടുത്ത ആളുടെ ഷോറൂം പോലും നിന്നുപോയി. അപ്പോൾ ഇത് എവിടെ ചെന്ന് അന്വേഷിക്കുമെന്ന് എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ആ ബൈക്കൊന്ന് കണ്ടെത്തുവാൻ എന്താ വഴിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒത്തിരി താമസിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ ഇൻഷുറൻസ് എന്നൊരു തോന്നലുണ്ടായി. ഇൻഷുറൻസ് എന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, എനിക്ക് അതിനു മുമ്പ് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ബൈക്ക് ഇൻഷുർ ചെയ്ത് എൻ്റെ ഫോൺ നമ്പറിലാണ്. അപ്പോൾ ഞാൻ ആ ഫോൺ നമ്പർ ആ ഏത് കമ്പനിയിലാണ് ഇത് ഇൻഷുർ ചെയ്തിരിക്കുന്നത് നോക്കി. ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ്. ഞാൻ അടിമാലിയിലുള്ളവരുടെ ഹെഡ് ഓഫീസിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന നമ്പറിലുള്ള ഒരു ബൈക്ക് അവിടെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത ആളുടെ ഫോൺ നമ്പരും അഡ്രസ്സും തരണമെന്ന് പറഞ്ഞു. അവരുടനെ തന്നെ ആ നമ്പർ തരികയും ഞാൻ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ബൈക്ക് 1 മാസത്തിന് മുൻപേ ഈ നമ്പരുകാരൻ വിറ്റിരുന്നു. അപ്പോൾ ഞാൻ ആ ആളോട് പറഞ്ഞു, എനിക്ക് ഈ ബൈക്ക് അത്യാവശ്യമായിട്ട് കണ്ടെത്തി തരണം, വലിയൊരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അരമണിക്കൂറിനുള്ളിൽ ഈ ബൈക്ക് കൊണ്ടുപോയ ആളെ എനിക്ക് നമ്പർ സഹിതം വിളിച്ചു തന്നു. ഞാൻ കായംകുളത്ത് നിന്ന് ആ ബൈക്ക് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ബൈക്ക് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങളിലൂടെയും ഒത്തിരി ഏറെ മാതാവ് ബലപ്പെടുത്തുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരിയേറെ വിഷമിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ വചനം തന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. എനിക്കൊത്തിരിയേറെ വചനത്തിൻ്റെ ശക്തിയാൽ പിടിച്ചു നിൽക്കുവാനുള്ള തൻ്റെ ഇടം മാതാവ് തരുന്നുണ്ട്. ഒറ്റപ്പെട്ടു തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഈശോയും മാതാവും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എന്നെ ധൈര്യപ്പെടുത്തുന്നു. എവിടെ പോയാലും എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയാലും പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുകയുള്ളൂ. സന്ധ്യാപ്രാർത്ഥനയിൽ ആവുന്നത്ര ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ, ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പങ്കുകൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആത്മീയമായി കൂടുതൽ വളരാൻ സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ വിതരണം ചെയ്യുന്നത് ധൃതി വെച്ച് വിതരണം ചെയ്യുകയില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് അത് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വ്യക്തികൾക്കും കൊടുക്കുവാൻ പോകുന്നത്. ചിലരൊക്കെ ആദ്യമൊക്കെ ചിലരൊക്കെ കളിയാക്കുമായിരുന്നു. ഇതൊക്കെ പണ്ടത്തെ അല്ലേ, ഇപ്പോൾ എന്നാ ഇത്? ഞാൻ പറയും, പണ്ടത്തേതാണേലും ഇപ്പോഴത്തേതാണേലും വചനത്തിന് മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നും ജീവനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞ് ഇത് കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, യൂട്യൂബിലെ വീഡിയോകളും ക്ലാസ്സുകളുമൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പത്രവിതരണം എല്ലാ വ്യക്തികൾക്കും, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആത്മീയമായി ഒത്തിരിയേറെ വളരുവാൻ സഹായിച്ചു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എങ്കിലും എന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും 3 ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി എന്ന രീതിയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക് സൗഖ്യം കിട്ടിയതായിട്ടുണ്ട്. അവർ കൂടെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ആ സാക്ഷ്യം പറയുവാൻ അനുവാദമില്ല. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് പിരിവ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാർ സമീപിക്കുമ്പോൾ അവരെയും അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ കൃപാസനത്തിലേക്ക് ഈ അനുഗ്രഹങ്ങൾ തരുവാൻ എന്നെ വിളിച്ചു ചേർത്ത പരിശുദ്ധ അമ്മയ്ക്കും തമ്പുരാനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ബിന്ദു മാക്സൺ. ഞാൻ ഫോർട്ട് കൊച്ചി ബസിലിക്ക പള്ളിയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മാക്സൺ ആൻ്റണി എന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് 6/8/2023 ഞാൻ ആദ്യമായിട്ട് വന്നത്. അത് ഇപ്പോഴും 4ാമത്തെ പ്രാവശ്യത്തെ പുതുക്കലാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു പ്രാവശ്യം 2010 അതായത് എൻ്റെ ഒരു ചേച്ചി വഴി എന്നോട് പറഞ്ഞിങ്ങനെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ഭയങ്കര അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങനെ വിശ്വാസമില്ല, അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് മാറി നിന്നിട്ട് പുള്ളി പറഞ്ഞ്, ഇല്ലടി നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുക, അത് നിനക്ക് നല്ല ഇതായിട്ട് വരും, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെയ്
18-ാം തീയതി, അതായത് ചൊവ്വാഴ്ച, ഒരു ചൊവ്വാഴ്ച ഞങ്ങൾ ഇതുപോലെ ഞാനും ഹസ്ബൻഡും കൂടി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് കൗൺസിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ കൗൺസിൽ ചെയ്യാനായിട്ട് കൗൺസിലറിൻ്റെ അടുത്ത് നിന്ന് കൗൺസിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാറ് പറഞ്ഞ് നിങ്ങൾ ഹസ്ബൻഡിനെ നോക്കി പറഞ്ഞ് നീ തീയും വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് നിൽക്കാമല്ലോ. അപ്പം ഞങ്ങൾ തമാശയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അത് തള്ളിക്കളഞ്ഞ് നിൽക്കല. അപ്പം തന്നെ എൻ്റെ കാലുമേലൊരു ചൊറിച്ചിൽ വന്നപ്പോൾ ഞാൻ പയ്യെ 2 കാല് വെച്ചു ഇങ്ങനെ തഴകി വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കാലിലിങ്ങനെ തൊലി പൊലിഞ്ഞ്. അപ്പം തന്നെ ആ സാറ് പറഞ്ഞ് പൊള്ളലാണ് ടേൽക്കാൻ പോണേന്ന് പറഞ്ഞ്. അപ്പോഴും ശ്രദ്ധിച്ചില്ല. അവിടെ നിന്ന് നേരെ കൗൺസിലും കഴിഞ്ഞ് താഴത്തോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആൾത്താരയിൽ അന്ന് ഇതായിരുന്നില്ല, വെറുതെ ഇങ്ങനെ വട്ടക്കല്ലിൽ അവിടെ ഇങ്ങനെ പ്രാർത്ഥന ഇതിനകത്ത് വട്ടക്കല്ലായിരുന്നു. അപ്പോൾ വട്ടക്കല്ലിൽ നിന്ന് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരെയും തലക്ക് ഇങ്ങനെ പിടിക്കണമായിരുന്നു. ആ സമയത്ത് ഇതുപോലെ അച്ഛൻ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് പോയി തല പിടിച്ച് അച്ഛൻ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണോട്ടാ, നീ നോക്കിക്കോട്ടാന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾ തമാശയായിട്ട് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ പോയി ചൊവ്വാഴ്ച പോയി, ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച വൈകുന്നേരം 4 മണിയായപ്പോഴേക്കും കൃത്യമായിട്ട് പൊള്ളലേറ്റി 60 above പൊള്ളി. പിന്നത്തെ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ നേരിട്ട് പറയും. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പറഞ്ഞ് കൈ ഒഴിഞ്ഞ് കിട്ടൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് എറണാകുളം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി. 2-ാം ദിവസം എൻ്റെ ശരീരമൊക്കെ വീർത്ത് ഇരുമ്പും കട്ടിലായിരുന്നു, അതൊടിഞ്ഞ് വീണ്. അപ്പോൾ കാലിലൊക്കെ വെയിൻ കിട്ടാത്തത് കൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ്. അപ്പോൾ ഇവള് പറഞ്ഞ് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പ്രാർത്ഥന സഹായം തേടി. അതിന് ശേഷം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇയാൾ പ്രാർത്ഥിക്കണമായിരുന്നു, തല എൻ്റെ കട്ടിൽ കമന്നിരുന്നിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ സിസ്റ്ററിന് വെയിൻ കിട്ടാളല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരു 8 മണി 9 മണി പാകത്തിലായപ്പോൾ എൻ്റെ കാലേലി എനിക്ക് ഭയങ്കര കുളിര് തന്നെ. കുറേ നേരം ഇപ്പോൾ എൻ്റെ കാലേലി ഒരു സ്ത്രീ, നീല ഉടുപ്പിട്ട സ്ത്രീ കൊച്ചിനെയും പിടിച്ച് മാറ്റി തടകണം എനിക്ക് അനുഭവപ്പെട്ട്. ഞാൻ പറഞ്ഞു ബിന്ദു, ഒരു സ്ത്രീ ഒരു കൊച്ചിനെ പിടിച്ച് എൻ്റെ കാലിൽ തടകുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്ത് പറ്റി മാക്സാന്ന് പറഞ്ഞു. സിസ്റ്റർ എങ്ങനെ എനിക്ക് കുളിര് വന്നു ഭയങ്കര എന്തോ വരെ ഒരു സ്ത്രീ കൊച്ചിനെ പിടിച്ച് തടകിയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് സിസ്റ്റർ വന്ന് കാല് നോക്കിയപ്പോൾ കാലിൽ നീരൊക്കെ മാറി വെയിൻ തെളിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, വെയിൻ കിട്ടാണ്ടായപ്പം കട്ട് ചെയ്ത് പ്ലാസ്മ കെട്ടണമെന്നാണ് പറഞ്ഞത്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ കാലിൽ മാതാവ് തടകണമായിട്ട് ഞാൻ ശരിക്കും കണ്ടതാണ്. അതിൻ്റെ അനുഭവത്തിൽ ഞാൻ രക്ഷപ്പെട്ടത് മാതാവിൻ്റെ ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. അതിന് മാതാവിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഉറുമ്പടിച്ചെന്ന് പറഞ്ഞ് ഓടി വന്നാണ്. പക്ഷെ അന്ന് തുടങ്ങിയുള്ള പൊട്ട് 47, ഇന്നിപ്പം എനിക്ക് 48 വയസ്സായി. 47 വയസ്സ് വരെ ഞാൻ അനുഭവിച്ച്. ചൊറിച്ചിൽ വരുമ്പോഴേക്കും ശരിക്കും ആണിയും ഈർക്കിലി എന്താണ് എൻ്റെ കൈ കിട്ടണം അത് വെച്ചിട്ട് ഇങ്ങനെ മാന്തി ചോരയും നീരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്രയും പൊട്ടി ഒഴുകുമായിരുന്നു എൻ്റെ കാല്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, അതായത് 6/8/2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഒരു നിയോഗം എൻ്റെ കാലിലെ അസുഖം മാറാനായിട്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ 1 വർഷത്തിന് മേലെ എൻ്റെ കാല് അത്രയും 2 പാട് മുതലുണ്ട് എൻ്റെ കാലിൻ്റെ. അത് മൊത്തം അത്രയും അളിഞ്ഞെന്ന് വെച്ച സാധനം മൊത്തം ഒരു തരത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതില്ലാത്ത വിധത്തിൽ മാറ്റിത്തന്ന മാതാവ്. ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ മാതാവ്. ഇന്നും ഞാൻ എൻ്റെ മാതാവിനെ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണത്. അത്രയും ഞാൻ മാതാവിനോട് പൂർണ്ണമായിട്ട് ഞാൻ അടിമയിട്ട് എൻ്റെ മാതാവിൻ്റെ കൂടെ നിൽക്കണേണ്. എനിക്ക് അത്ര ആശ്വാസവും സഹായവും എൻ്റെ കൂടെ കൈപിടിച്ച് തന്നെ മാതാവ് എന്നോട് സാക്ഷ്യം പറയാൻ തന്നെ പറഞ്ഞത്. ഇവിടെ പ്രാർത്ഥനയ്ക്കും ഇവിടെ എല്ലാ കാര്യത്തിനും വരുന്ന
കോയമ്പത്തൂരുള്ള ഒരു ഡെയ്സി എന്ന് പറഞ്ഞ കൊച്ചി, അത് എന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ആദ്യം തന്നെ പോയിട്ട് അവിടെ ചെന്ന് സാക്ഷ്യം പറയണം. കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയുമ്പോഴേക്കും മാതാവ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട ആൾക്കാരല്ല, ദൈവം നിങ്ങളെ കൈ വിടാതെ കാത്തോളണ ഇതാണ്. നേരിട്ട് വന്ന് നിങ്ങളുടെ വന്ന് പ്രാർത്ഥിക്കണേണ്. മാതാവിൻ്റെ പൂർണ്ണ സഹകരണവും കൈവെള്ളയിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ നോക്കി വളർത്തണേന് മാതാവിന് 1000 കോടാനുകോടി നന്ദികൾ അർപ്പിച്ചോളുന്നു. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു കടയിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കണേണ്. അപ്പോൾ അവിടെ ഒത്തിരി പേര് ഇത് സഹായം ചോദിച്ചു വരാറുണ്ട്. അപ്പം എന്നാൽ കഴിയുന്നത് എന്താണ്, എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രാരാബ്ദങ്ങളും ഒത്തിരി വിഷമങ്ങളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും അസുഖമായിട്ട് എപ്പോഴും മറ്റുള്ളവരുടെ സഹായത്താൽ ഞങ്ങൾ ജീവിക്കണത്. അപ്പം എൻ്റെ കയ്യിൽ എന്താണ് അത് ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വല്ല ചായ കുടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും പാവപ്പെട്ടവരാരെങ്കിലും പോകണമെങ്കിൽ ഞാൻ പറയും, മാക്സ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കട്ടെ, ചായ കടി എന്താണെന്ന് വെച്ചാൽ പൈസ മേടിക്കണ്ട ഏട്ടാ, നമുക്ക് ചെയ്യാട്ടെ. പുള്ളിയാണെങ്കിലും ആർക്കും എന്താണ് സഹായമുള്ളത് എല്ലാവർക്കും സഹായം ചെയ്യും. പക്ഷേ പുള്ളീനെ എല്ലാവരും തട്ടി മാറ്റി കളയലാണ്. സഹായം ചെയ്ത് അവർ വലിയ ആളായി കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് പുള്ളി ഒന്നും അല്ലാത്ത അവസരം. എന്നാലും എല്ലാത്തിനും മാതാവിന് ഒപ്പത്തിനൊപ്പം നിൽക്കും. കുർബാന എല്ലാ ദിവസവും ഞാൻ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും. പിന്നെ കുമ്പസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു മാസമായിട്ട് എനിക്ക് കുമ്പസാരം ഇതിപ്പം ഞാൻ നാളെ രാവിലെ തന്നെ പോയിട്ട് കുമ്പസാരിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ. ആ കുമ്പസാരത്തിനുള്ള വില എന്താണെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞു. അതെന്തായാലും ഞാൻ നാളെ തുടങ്ങി ഇനി 2 ആഴ്ചയൊന്നുമില്ല, ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഞാൻ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഞാൻ ഈശോയോട് പറഞ്ഞു തന്നെ ഞാൻ കുമ്പസാരിക്കുള്ളൂ. ഇനി അങ്ങനെ മുടങ്ങുമ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും എന്തായാലും അങ്ങനെ തന്നെ ഇനി പാത പിന്തുടരുള്ളൂ.